കാറ്റത്തെ കിളിക്കൂടിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നിധിയാണെങ്കിൽ സുനന്ദയുടെ വീട്ടിൽ പോയി പെണ്ണാലോചിക്കാം എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷെ ഭാസ്കരൻ പറയുന്നുണ്ട് അത് വേണ്ട, അവരങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല അവർ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല. നിനക്കാണെങ്കിൽ വലിയ പഠിപ്പൊക്കെ ഉണ്ടെങ്കിലും ഒരു ആളെ മനസ്സിലാക്കാൻ നിനക്കറിയത്തില്ല എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. പക്ഷേ നിധി അതൊന്നും ഗവനിക്കുന്നില്ല. പറയാണ് സുനന്ദയ്ക്ക് സുഭാഷേട്ടന് ഇഷ്ടമാണ്, സുഭാഷേട്ടനും സുനന്ദ ഇഷ്ടമാണ്, അതുകൊണ്ട് അത് മാത്രമേ ഞാനിപ്പോൾ ആലോചിക്കുന്നുള്ളൂ എന്ന് നിധി പറയാണ്. അപ്പോൾ ഭാസ്കരൻ പറയാണ്, നിന്നോട് പറഞ്ഞാൽ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ നീ തന്നെ ചെന്ന് നോക്ക്, എന്താണ് അവരുടെ പ്രതികരണം നിനക്ക് അപ്പോൾ മനസ്സിലാവൂ എന്ന് പറയാണ്. അവർ എന്തൊക്കെയാണ് സുഭാഷിനോടും ഈ നിൽക്കുന്നവന്മാരുടെ ചെയ്തതെന്ന് മോക്കറിയാമല്ലേ, അത്രയ്ക്കും വഞ്ചകരാണ് അവരെന്നൊക്കെ ഭാസ്കരൻ പറയുന്നുണ്ട്. പക്ഷെ നിധി അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിധി പറയാണ്, എന്തായാലും ഞാൻ പോയി സംസാരിക്കാൻ തന്നെ വിചാരിക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. ചിലപ്പോൾ രണ്ടുപേരുടെയും കല്യാണത്തിന് അവർ സമ്മതിച്ചാലോ എന്ന് പറയുന്നുണ്ട് നിധി. പക്ഷേ ഭാസ്കരനാണെങ്കിൽ പറഞ്ഞിട്ടും നിധി കേൾക്കുന്നില്ല. അങ്ങനെ അവരെല്ലാവരും കൂടെ നേരെ സുനന്ദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. നിധിയും സുധീഷും ഹരീഷും രൂപേഷും എല്ലാവരും ഉണ്ട്. ഇവരെല്ലാവരും കൂടെ വരുന്നത് കണ്ടപ്പം തന്നെ ഗംഗാധരനും സുനന്ദയുടെ അച്ഛനും അതേപോലെ തന്നെ അമ്മയും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വന്ന് നേരെ ലളിത വന്ന് ചോദിക്കുകയാണ്, എന്താ ഇങ്ങോട്ട് എല്ലാവരും കൂടെ വന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം നിധിയാണെങ്കിൽ പറയാണ്, ഞങ്ങളൊരു കാര്യം ചോദിക്കാനാണ് വന്നത്. എന്ത് കാര്യമാണ് ചോദിക്കാനെന്ന് ഭയങ്കര ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. അത് സുനന്ദയ്ക്കാണെങ്കിൽ സുഭാഷ് ഏട്ടനെ ഇഷ്ടമാണ്, അത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നതെന്ന് ലളിത ചോദിക്കുന്നുണ്ട്. അപ്പം നിധി പറയാണ്, അല്ല, അതേപോലെ സുഭാഷ് ഏട്ടന് സുനന്ദ ഇഷ്ടമാണ്, അവർക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നമുക്ക് നടത്തി കൊടുത്തിരുന്ന് നിധി ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. സുനന്ദയ്ക്ക് ഭയങ്കര വിഷമവും വരുന്നുണ്ട്. ലളിത ചോദിക്കുകയാണ്, നിനക്ക് നാണമല്ലേ ഇവിടെ വന്ന് ഇതൊക്കെ പറയാൻ? ഇവന്മാരെല്ലാവരും കൂടെ നിന്നെ പറഞ്ഞു വിട്ടാണോ ഇവിടെ വന്ന് ചോദിക്കാൻ? ആ സുഭാഷ് എന്നിട്ട് കയറി ഒളിച്ചിരിക്കുകയാണോ എന്നൊക്കെ ലളിത ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയാണ്, സുഭാഷ് ഏട്ടൻ ഈ കാര്യം അറിഞ്ഞതുപോലുമില്ല, ഞങ്ങളാണ് നിങ്ങളടുത്ത് ചോദിക്കാം എന്ന് വിചാരിച്ച് വന്നതെന്ന് നിധി പറയുന്നുണ്ട്. ലളിത പറയാണ്, ഞാൻ എൻ്റെ മോളുടെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞ്, നല്ല ഒരു ദുബായിക്കാരനെയാണ് ഞാൻ വിവാഹം ഉറപ്പിച്ചത്. മാത്രമല്ല നല്ല അന്തസ്സും ആഭിജാത്യവും ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് അവൾക്ക് ചെറുക്കനെ കിട്ടിയിരിക്കുന്നത്. അപ്പം നിധി പറയുന്നുണ്ട്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ അതല്ലേ നല്ലത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലളിത ചോദിക്കുകയാണ്, നിനക്ക് നാണമില്ലേ ഇവിടെ വന്ന് ഇത് പറയാൻ? ആ മലയാളിയുടെ വീട്ടിലേക്ക് എൻ്റെ മോളെ പറഞ്ഞയക്കണമെന്നാണ് നീ പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന അയൽക്കാരൊക്കെ വന്ന് നോക്കുന്നുണ്ട്. ആ വീട്ടിൽ കഴിയുന്ന ഒരു പെൺകുട്ടിയല്ലേ, നിനക്ക് ഇവിടെ വന്ന് ഇത് ഞങ്ങളോട് പറയാൻ എങ്ങനെ തോന്നി? ആ നശിച്ച കുടുംബത്തിലേക്ക് എൻ്റെ മോളെയും കൂടെ കൊണ്ടുപോകണമെന്ന് നിനക്ക് പറയാൻ എങ്ങനെ തോന്നി എന്ന് ലളിത ഭയങ്കര ദേഷിച്ച് ചോദിക്കുകയാണ്. നാട്ടിലെ ഏറ്റവും നാശം പിടിച്ച കുടുംബമാണ് അതെന്നൊക്കെ പറയാണ്. അപ്പം നിധി പറയാണ്, ഇത്രയും നാൾ എനിക്കവിടെ നിന്നിട്ട് എനിക്ക് അങ്ങനൊന്നും തോന്നിയില്ല, അവിടെ ആർക്കും ഒരു കുഴപ്പമില്ലെന്ന് നിധി പറയാണ്. ഗംഗാധരൻ വന്ന് പറയണം, അത് നിൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കൊച്ചിനെ അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ചോദിക്കല്ലേ, ഞങ്ങളുടെ കൊച്ചിൻ്റെ വിവാഹം ഉറപ്പിച്ച് കഴിഞ്ഞാണെന്ന് ഗംഗാധരനും പറയുന്നുണ്ട്. ലളിതയാണെങ്കിൽ നിധിയെടുത്തൊക്കെ ചൂടാവുകയാണ്. കൂടുതൽ ഇവിടെ നിന്ന് കറങ്ങേണ്ട ആവശ്യമില്ല, ഇനി ഇതും ചോദിച്ചുകൊണ്ട് ഈ പടിക്ക് കയറിപ്പോവല്ലേ, എല്ലാവർക്കും പോകുന്നേ നല്ലതെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ആട്ടി പറഞ്ഞു വിടുകയാണ് അവിടെ നിന്ന് ലളിത. ഇതൊക്കെയാണെങ്കിൽ ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. നിധിയാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ സുനന്ദ ഇങ്ങനെ നോക്കുന്നുണ്ട്. സുനന്ദ കരഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് ലളിത ഇങ്ങോട്ട് വന്നിട്ട് സുനന്ദ അടുത്ത് പറയുകയാണ്, മര്യാദയ്ക്ക് അകത്ത് കയറിപ്പൊടിയെന്നും പറഞ്ഞുകൊണ്ട് ചൂടാവുകയാണ്. പാവം സുനന്ദ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ്. ഈ സമയത്ത് ഭാസ്കരനാണെങ്കിൽ ഇവർ വരുന്നത് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ 4 പേരും കൂടെ വരികയാണ്. വന്നോടനെ ഭാസ്കരൻ ചോദിച്ചു, എന്തായി, പോയിട്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നിധി ഒന്നും മിണ്ടുന്നില്ല. എന്താ മറുപടി ഇല്ലാത്ത? ചോദിച്ചിട്ടില്ലേ കല്യാണമൊക്കെ ഉറപ്പിച്ചോ എന്ന്? അതിന് അവിടുന്ന് ആരും ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് പറയാണ്. ഭാസ്കരൻ പറയാണ്, അതല്ലേ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത്, ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഞങ്ങളും അവരും തമ്മിലുള്ള ഈ ശത്രുത അങ്ങനെ പെട്ടെന്നൊന്നും അവസാനിക്കാൻ പോകുന്നില്ല, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, കാലങ്ങളായി തുടങ്ങിയ ശത്രുതയാണെന്ന് പറയുകയാണ്. ഞാനും എൻ്റെ മക്കളെയും ഒരിക്കലും ജീവിക്കാൻ അവർ സമ്മതിക്കത്തില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഈ നാട് വിട്ടു പോകണം, അതുമാത്രമാണ് അവരുടെ ചിന്തയെന്ന് ഭാസ്കരൻ പറയുകയാണ്. മോക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് ഈ നിൽക്കുന്ന പൊട്ടന്മാർക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അവന്മാർ പോലും മോക്ക് ഇതൊന്നും പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ നിധി പറയാണ്, ഞങ്ങളെല്ലാം വിചാരിച്ചത് സുഭാഷ് ഏട്ടന് സുനന്ദയെ ഇഷ്ടമാണെങ്കിൽ വിവാഹം നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്ന് മാത്രമുള്ളെന്ന് സുധീഷ് പറയുകയാണ്. എന്തായാലും പോയിട്ട് അവിടെ നിന്ന് ബുധനയുടെ നിന്ന് നന്നായിട്ട് കിട്ടിയല്ലേ എന്നും പറഞ്ഞ് ഭാസ്കരൻ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ എല്ലാവരും അകത്ത് പോയി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് സുഭാഷ് വരുന്നത്. സുഭാഷ് അകത്തേക്ക് കയറി വന്നിട്ട് എല്ലായിടത്തും ചോദിക്കുന്നത്, എന്താ എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുന്നത്, എന്താ കാര്യം, എന്താ എന്നോടത്തൂടെ പറ എന്ന് പറയാണ്. നിധി പറയാണ്, ആ ജ്യോതി വിളിച്ചായിരുന്നു, ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയാണ്. അപ്പോൾ സുഭാഷാണെങ്കിൽ പെട്ടെന്ന് കുറച്ച് നേരം മിണ്ടായി എന്നിട്ട് പറയാണ്, അതാണോ ഇത്ര വലിയ കാര്യം,
താല്പര്യം ഇല്ലെങ്കിൽ താല്പര്യം വേണ്ട, നമുക്ക് വേറെ ആലോചന നോക്കാം എന്നിങ്ങനെ സുഭാഷ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല. വീണ്ടും സുഭാഷ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സുനന്ദയുടെ വീട്ടിൽ പോയി വിവാഹാലോചന നടത്തിയ കാര്യം ആർക്കും പറയാൻ വയ്യ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ മിണ്ടാതിരിക്കുകയാണ്.